CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകളിൽ ഇഡിയുടെ വിശദ പരിശോധന തുടരുന്നു. മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ പണത്തിന്റെ സ്രോതസ്സുകളാണ് അന്വേഷിക്കുന്നത്. ഇഡി റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. നീതി നിഷേധം ഉണ്ടായെന്നാണ് CMRLന്റെ വാദം. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത പുതിയ അപ്പീലിൽ വാദം കേൾക്കണമെന്നാണ് ആവശ്യം. നാളെ രാവിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കും. സുപ്രീം കോടതി അഭിഭാഷകൻ CMRLനായി ഹാജരാകുമെന്നാണ് വിവരം. ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകും. റെയ്ഡിൽ ലഭിച്ച തെളിവുകളും ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണങ്ങളും ഹൈക്കോടതിയെ അറിയിക്കും. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ജാമ്യം തടയാനുള്ള നീക്കത്തിലാണ് പോലീസ്. അക്രമത്തിന്റെ പാത CPIM ഉപേക്ഷിക്കണമെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആദ്യ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഗുരുതര നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത്. കേസിൽ SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചുതെങ്ങിൽ നിന്നാണ് വിജയ് വിമലിനെ പോലീസ് പിടികൂടിയത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.